ഹായ് സ്റ്റുഡൻസ്, നമ്മൾ OSൻ്റെ 2 മൊഡ്യൂളാണ് കംപ്ലീറ്റ് ചെയ്തത്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് OSൻ്റെ നെക്സ്റ്റ് ഫംഗ്ഷനായ മെമ്മറി മാനേജ്മെൻ്റ് ആണ് തേർഡ് മൊഡ്യൂൾ. അതാണ് ഇനി എടുക്കേണ്ടത്. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് നമ്മൾ ആദ്യം പറഞ്ഞു, പ്രോസസ്സിൻ്റെ കേസിൽ ഒരു പ്രോസസ്സിന് എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ മസ്റ്റ് ബി ബ്രോട്ട് ഇൻ ടു മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അങ്ങനെ മെയിൻ മെമ്മറിയിലേക്ക് നമുക്ക് ഒരുപാട് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ദ മെയിൻ മെമ്മറി ഈസ് യൂഷ്വലി ടു സ്മോൾ ടു അക്കോമഡേറ്റ് ഓൾ ദ പ്രോസസ് പെർമനൻ്റ്ലി. സോ ദ കമ്പ്യൂട്ടർ സിസ്റ്റം മസ്റ്റ് പ്രൊവൈഡ് സെക്കൻഡറി സ്റ്റോറേജ് ടു ബാക്കപ്പ് മെയിൻ മെമ്മറീൻ്റെ ബാക്കപ്പിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്, സെക്കൻഡറി സ്റ്റോറേജസ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇന്നലെ നിങ്ങൾ നോട്ട് എഴുതിയ സാധനമാണിത്. ഫസ്റ്റ് അഡ്രസ് ബൈൻഡിങ് ഉള്ളത്. അപ്പോൾ അഡ്രസ് ബൈൻഡിങ്ങിൽ ഫസ്റ്റ് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു പ്രോസസ്സിന് എക്സിക്യൂഷൻ നടത്തണമെങ്കിൽ ദ പ്രോഗ്രാം മസ്റ്റ് ബി ബ്രോട്ട് ഇൻ ടു മെമ്മറിയിലേക്ക് ബ്രോട്ട് ചെയ്യണം. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദ മെമ്മറി മാനേജ്മെൻറ്റ്, നമ്മൾ ഏത് വേരിയസ് മെമ്മറി മാനേജ്മെൻറ്റ് സ്കീംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് മെമ്മറി മാനേജ്മെൻറ്റാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ച് നമ്മുടെ പ്രോസസ്സിന് ഡിസ്കിലേക്ക് മെമ്മറിയിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. അതായത് കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് മെമ്മറിയിൽ നിൽക്കും. ദെൻ ഇപ്പോൾ എക്സിക്യൂഷൻ നടത്താത്തതിന് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിലേക്ക് കീപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രോസസ്സിൻ്റെ കേസ് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതേപോലെ മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിസ്കിൽ ഇങ്ങനെ ഒരുപാട് കളക്ഷൻ ഓഫ് പ്രോസസ്സ് ഉണ്ടാവും അല്ലേ. ദാറ്റ് ഈസ് വെയിറ്റിംഗ് ടു ബ്രോട്ട് ഇൻ ടു മെമ്മറിയിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കളക്ഷൻ ഓഫ് പ്രോസസ്സ് എവിടെ ഉണ്ടാവും? ഡിസ്കിലുണ്ടാവും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രോസസ്സ് കൂടി ഫോം ചെയ്യുന്ന ഒരു ക്യൂ ആണ് ഇൻപുട്ട് ക്യൂ എന്നുള്ളത്. ഇതാണ് ദ കളക്ഷൻ ഓഫ് പ്രോസസ്സ് ഓൺ ദ ഡിസ്ക് ദാറ്റ് ഈസ് വെയിറ്റിംഗ് ടു ബി ബ്രോട്ട് ഇൻ ടു മെമ്മറി ഫോർ എക്സിക്യൂഷൻ ഫോംസ് ആൻഡ് ഇൻപുട്ട് ക്യൂ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ക്യൂ എന്ന് ഏത് പ്രോസസ്സിനെ സെലക്ട് ചെയ്യണം അല്ലേ. നോർമൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ക്യൂവിൽ നിൽക്കുന്ന പ്രോസസ്സുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് സെലക്ട് വൺ ഓഫ് ദ പ്രോസസ് ഇൻ ദ ഇൻപുട്ട് ക്യൂ ആൻഡ് ലോഡ് ദ പ്രോസസ് ഇൻ ടു മെമ്മറി. എന്ത് ചെയ്യും? മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക ചെയ്യാം. അപ്പോൾ അങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ നടക്കും. അതായത് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയാൽ ആ പ്രോസസ്സ് എന്താവും? ടെർമിനേറ്റ് ചെയ്തു. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ഒരു പ്രോസസ്സിൻ്റെ സ്പേസ് അവിടെ ഫ്രീ ആകും. അങ്ങനെ ഫ്രീ ആകുന്ന സ്പേസ് എന്ത് ചെയ്യും? മെമ്മറി സ്പേസ് ബാക്കിയുള്ള പ്രോസസ്സിന് അവൈലബിൾ ആയിട്ട് കൊടുക്കുക ചെയ്യും. അപ്പോൾ ഡിക്ലെയർഡ് അവൈലബിൾ. ഇനി പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. ഇന്നൊരു അഡ്രസ്സിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ സോഴ്സ് പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ് എന്ന് ജനറലി സിംബോളിക് അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ കമ്പൈലർ എന്ത് ചെയ്യുന്നത്? വി ടിപ്പിക്കലി ബൈൻഡ് ദി സിംബോളിക് അഡ്രസ് ടു റീലൊക്കേറ്റബിൾ അഡ്രസ്. കമ്പൈലർ നമ്മുടെ ഈ സിംബോളിക് അഡ്രസ്സിന് റീലൊക്കേറ്റബിൾ അഡ്രസ്സിലേക്ക് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ശേഷം ദി ലിങ്കേജ് എഡിറ്റർ ഓർ ലോഡറോ ഈ റീലൊക്കേറ്റബിൾ അഡ്രസ്സസിനെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സല്യൂട്ട് അഡ്രസ്സിലേക്ക് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേരിയസ് ബൈൻഡിങ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സിംബോളിക് അഡ്രസ്സിനെ റീലൊക്കേറ്റബിൾ അഡ്രസ്സിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. ദെൻ ലിങ്കർ ഓർ ലോഡർ ഈ റീലൊക്കേറ്റബിൾ അഡ്രസ്സിനെ അബ്സല്യൂട്ട് അഡ്രസ്സിലേക്ക് ബൈൻഡ് ചെയ്യും. ഓരോ ബൈൻഡിങ് നടക്കുന്ന സമയത്ത് ദർ ഇസ് എ മാപ്പിംഗ് ഫ്രം വൺ അഡ്രസ് സ്പേസ് ടു അനദർ. ഒരു അഡ്രസ് സ്പേസിൽ നിന്ന് വേറൊരു അഡ്രസ് സ്പേസിലേക്കുള്ള മാപ്പിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ യൂഷ്വലി ഈസ് ബൈൻഡിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് ഡൺ ത്രൂ 3 steps. ഫസ്റ്റ് വൺ കമ്പൈൽ ടൈം, ദെൻ ലോഡ് ടൈം, ദെൻ തേർഡ് ഈസ് എക്സിക്യൂഷൻ ടൈം. കമ്പൈൽ ടൈം എന്ന് പറഞ്ഞാൽ ഇഫ് യു നോ അറ്റ് കമ്പൈൽ ടൈം വേർ ദ പ്രോസസ് വിൽ റിസൈഡ് ഇൻ മെമ്മറി. അതായത് ഒരു പ്രോസസ്സ് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു പ്രോസസ്സ് മെമ്മറിയിൽ എവിടെയാണുള്ളത്. അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അബ്സല്യൂട്ട് കോഡ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് കോഡ് ക്യാൻ ബി ജനറേറ്റ് ആകും. അപ്പോൾ അബ്സല്യൂട്ട് കോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ അറിയണം? വി നോ വേർ ദ പ്രോസസ് വിൽ റിസൈഡ് ഇൻ മെമ്മറിയിൽ എവിടെയാണ് പ്രോസസ്സ് എന്ന് അറിയണം. അപ്പോൾ സെക്കൻഡ് പറഞ്ഞാൽ ലോഡ് ടൈമാണ്. ലോഡ് ടൈം എന്ന് പറഞ്ഞാൽ ഇഫ് യു നോട്ട് നോൺ അറ്റ് കമ്പൈൽ ടൈം വേർ ദ പ്രോസസ് വിൽ റിസൈഡ് ഇൻ മെമ്മറി. അതായത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയില്ല നമ്മുടെ പ്രോസസ്സ് മെമ്മറിയിൽ എവിടെയാണുള്ളത്. അപ്പോൾ ദെൻ കമ്പൈലർ മസ്റ്റ് ജനറേറ്റ്. അപ്പോൾ കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ് കോഡാണ് റീലൊക്കേറ്റബിൾ കോഡ് എന്നുള്ളത്. ഇനി തേർഡ് വൺ എക്സിക്യൂഷൻ ടൈമാണ്. എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂഷൻ്റെ സമയത്ത് പ്രോസസ്സ് മേ ബി മൂവ് ചെയ്യണം അല്ലേ. ഒരു അഡ്രസ് സ്പേസ് ഒരു മെമ്മറി സെഗ്മെൻറ്റ് വേറൊരു സെഗ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് ക്യാൻ ബി ദിസ് ബൈൻഡിങ് ആണ്. ദെൻ ബൈൻഡിങ് മസ്റ്റ് ബി ഡിലേഡ് ആൻഡ് റൺ ടൈം. ആ റൺ ടൈം വരെ ബൈൻഡിങ് എന്ത് ചെയ്യും? ഡിലേ ആവും. അപ്പോൾ ആ സമയത്ത് വരുന്ന മൂവ്മെൻറ്റിൽ വരുന്നതാണ് എക്സിക്യൂഷൻ ടൈം
എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫിഗർ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ കമ്പൈൽ ടൈം എന്ന് പറഞ്ഞാൽ വി നോ വേർ ദ പ്രോസസ് വിൽ റിസൈഡ് ഇൻ മെമ്മറി ആൻഡ് ഹിയർ ജനറേറ്റ് അബ്സല്യൂട്ട് കോഡാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുക. സെക്കൻഡ് ലോഡ് ടൈം ആണ്. ലോഡ് ടൈം എന്ന് പറഞ്ഞാൽ ഇഫ് യു നോട്ട് നോ അറ്റ് കമ്പൈൽ ടൈം വേർ ദ പ്രോസസ് വിൽ റിസൈഡ് ഇൻ മെമ്മറി ആൻഡ് ഹിയർ compiler must generate a relocatable code. Then third is execution time. Execution is if the process can be moved during its execution from one memory segment to another. ഇത്രയാണ് അഡ്രസ് ബൈൻഡിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ് സ്പേസ്. ഇപ്പോൾ ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി സി പി യു ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ് എന്ന് പറയാം. അപ്പോൾ സി പി യു ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് ലോജിക്കൽ അഡ്രസ്. ഇനി നമ്മളൊരു പ്രോസസ്സ് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ അതിനൊരു അഡ്രസ്സ് ഉണ്ടാകും. കോമൺലി റെഫർ ചെയ്യുന്നതാണ് ഫിസിക്കൽ അഡ്രസ്സ്. അപ്പോൾ സി പി യു ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് ലോജിക്കൽ അഡ്രസ്. ദെൻ ആക്ച്വലി മെമ്മറിയിൽ വരുന്ന അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഒരിക്കലൊരു പ്രോഗ്രാം മെമ്മറി രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടാകും. ഇനി കമ്പൈൽ ടൈം ലോഡ് ടൈം അഡ്രസ് ബൈൻഡിങ് ജനറേറ്റ് ചെയ്യുന്നതാണ് identical logical and physical addresses. Then a set of all logical address generated by a program. ഒരു പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ലോജിക്കൽ അഡ്രസ്സിൻ്റെ സെറ്റിനാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. അതേപോലെ സെറ്റ് ഓഫ് ഓൾ ഫിസിക്കൽ അഡ്രസ് കറസ്പോണ്ടിങ് ടു ദീസ് ലോജിക്കൽ അഡ്രസ്. ഒരു പ്രോഗ്രാമിന് വേണ്ടി ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിന് കറസ്പോണ്ട് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഫിസിക്കൽ അഡ്രസ്സിനാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ടൈം അഡ്രസ് ബൈൻഡിങ് സ്കീമിൽ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഇതിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ മൂവ്മെൻ്റ് ആണ് നടന്നത് പ്രോസസ് ഫ്രം വൺ മെമ്മറി സെഗ്മെൻറ്റ് ടു അനദർ. അപ്പോൾ അവിടെ ഈ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ് സ്പേസ് ഇസ് ഡിഫറെൻറ്റ്. ഇനി ഇത് റൺ ടൈം മാപ്പിംഗ് ഫ്രം വെർച്വൽ ടു ഫിസിക്കൽ അഡ്രസ്. വെർച്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ സി പി യു ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലേക്കുള്ള മൂവ്മെൻറ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഇസ് ഡൺ ബൈ എ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്. ഒരു ഹാർഡ്വെയർ ഡിവൈസ് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ആണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ബേസ് രജിസ്റ്റർ എന്ന് പറയും. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് റീലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയും. ഇനി റീലൊക്കേഷൻ രജിസ്റ്ററിന് ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ആക്ച്വൽ വാല്യൂ നമ്മൾ ലോജിക്കൽ അഡ്രസ്സിനോട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ്സ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഫിഗർ കാണാം. ദിസ് ഈസ് സി പി യു. സി പി യു ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ് ഈസ് ലോജിക്കൽ അഡ്രസ്. This is the memory management unit and this helps to convert logical address to physical address. And this is മെമ്മറിയിലുള്ള അഡ്രസ്സിനാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയാം. അപ്പോൾ this is memory management unit and this here the relocation register. അപ്പോൾ ഈ റീലൊക്കേഷൻ രജിസ്റ്ററിന് ഒരു ആക്ച്വൽ വാല്യൂ ഉണ്ടാവും. ദാറ്റ് വാല്യൂ ഇസ് 14,000. അപ്പോൾ സി പി യു ലോജിക്കൽ അഡ്രസ് അതായത് സി പി യു ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സ് എന്ന 346 ആണെങ്കിൽ ഈ ഇതിനെ കറസ്പോണ്ട് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സ് നമുക്ക് കിട്ടുക നമ്മൾ ബേസ് രജിസ്റ്റർ അതായത് ലോജിക്കൽ റീലൊക്കേഷൻ രജിസ്റ്ററിൻ്റെ ബേസ് വാല്യൂവിനോട് ലോജിക്കൽ അഡ്രസ്സ് ആഡ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് മെമ്മറി ഫിസിക്കൽ അഡ്രസ്സ് കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് ഡൈനാമിക് ലോഡിങ്. ഡൈനാമിക് ലോഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ്സിൻ്റെ കേസ് പറയേണ്ടത്. അതായത് ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു? അത് അതായത് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് സെക്കൻഡറി മെമ്മറിയിലേക്ക് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരും. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ഒന്ന് കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാത്ത പ്രോസസ്സിനൊക്കെ നമ്മൾ സെക്കൻഡറി മെമ്മറിയാണ് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് എത്ര പ്രോസസ്സിന് നമുക്ക് മെമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ആ മെമ്മറീൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് മെമ്മറി സൈസ് മെയിൻ മെമ്മറി സൈസ് വളരെ കുറവാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് പ്രോസസ്സിനെ മാത്രമേ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് കൂടുതൽ യൂട്ടിലൈസേഷൻ മെമ്മറി സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡൈനാമിക് ലോഡിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് ലോഡിങ് എന്ന് പറഞ്ഞാൽ എ റൂട്ടീൻ ഈസ് നോട്ട് ലോഡഡ് അണ്ടിൽ ഇറ്റ് ഈസ് കോൾഡ്. ഏതെങ്കിലും ഒരു റൂട്ടീൻ മീൻസ് ഏതെങ്കിലും പ്രോഗ്രാം അതിനെ കോൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നുള്ളൂ. അത് അല്ലാത്ത സമയത്ത് ദ റൂട്ടീൻ ഈസ് കെപ്റ്റ് ഓൺ എ ഡിസ്ക് സെക്കൻഡറി ഡിസ്കിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഇൻ എ റീലൊക്കേറ്റബിൾ ലോഡ് ഫോർമാറ്റ്. അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്കത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡിസ്കിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഡൈനാമിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എ റൂട്ടീൻ ഈസ് നോട്ട് ലോഡഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്. ഒരു റൂട്ടീനെ കോൾ ചെയ്യുന്നതിന് മുന്നേ കോൾ ചെയ്യാതെ അത് എന്ത് ചെയ്യുന്നില്ല
ഒരു മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്രോഗ്രാം മാത്രം എന്ത് ചെയ്യുന്നു, ഇറ്റ്സ് ലോഡഡ് ഇൻ ടു മെമ്മറി ആൻഡ് ഈസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ ഒരു റൂട്ടീൻ്റെ മെയിൻ പ്രോഗ്രാം മാത്രം മെമ്മറി ലോഡ് ചെയ്യും, ബാക്കി റൂട്ടീൻസൊക്കെ എന്ത് ചെയ്യുക, സെക്കൻഡറി അല്ലെങ്കിൽ ഡിസ്കിൽ കെപ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മെയിൻ മെമ്മറി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാം മെമ്മറി ലോഡ് ചെയ്തിരിക്കുന്ന മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വെൻ ദാറ്റ് റൂട്ടീൻ നീഡ്സ് ടു കോൾ അനദർ റൂട്ടീൻ, അതിന് വേറെ ഏതെങ്കിലും റൂട്ടീൻ ആവശ്യമുണ്ടെന്ന സമയത്ത് അതെന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ റൂട്ടീനെ കോൾ ചെയ്യും. ആൻഡ് കോൾ ചെയ്യുന്ന സമയത്ത് ചെക്ക് ടു സീ വെദർ അതർ റൂട്ടീൻ ഹാസ് ബി ലോഡഡ്, ആ ഒരു കോൾ ചെയ്ത റൂട്ടീൻ ഇപ്പോൾ ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ അതെന്ത് ചെയ്യും, ആ ഡിസൈഡ് റൂട്ടീൻ മെമ്മറിയിൽ എവിടെയുള്ളത് നോക്കിയിട്ട് അതിനെ റീലൊക്കേറ്റബിൾ ലിങ്കിങ് ലോഡർ വഴി ലിങ്കിങ് ലോഡർ എന്ത് ചെയ്യും, ആ ഒരു കറസ്പോണ്ടിങ് റൂട്ടീനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോഗ്രാംസ് അഡ്രസ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യും. ആൻഡ് ദ കൺട്രോൾ ഈസ് പാസ്ഡ് ടു ന്യൂലി ലോഡഡ് റൂട്ടീൻ, ഇപ്പോൾ ലോഡ് ചെയ്തിരിക്കുന്ന റൂട്ടീനിലേക്ക് കൺട്രോൾ പാസ് ചെയ്യുക. നമ്മൾ പറയാം, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡൈനാമിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എ റൂട്ടീൻ ഈസ് നോട്ട് ലോഡഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്. ഒരു പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ മെയിൻ പോർഷൻ മാത്രം ഇവിടെ ലോഡ് ചെയ്യും, മെയിൻ പ്രോഗ്രാം മാത്രം നമ്മൾ മെയിൻ മെമ്മറിയിൽ കെപ്റ്റ് ചെയ്യും, ബാക്കി റൂട്ടീൻസ് ആർ കെപ്റ്റ് ഇൻ ഡിസ്ക്. ആ ഡിസ്കിൽ എന്തായിരിക്കും, ഒരു റീലൊക്കേറ്റബിൾ റോഡ് ഫോർമാറ്റിലാണ് അത് കീപ്പ് ചെയ്യുന്നത്. ഇനി അത് എപ്പോഴാണോ മെയിൻ മെമ്മറി എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത്, മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നോക്കും അടുത്ത റൂട്ടീൻ ആവശ്യമുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അതാദ്യം ചെക്ക് ചെയ്യും, അത് ഓൾറെഡി ലോഡ് ചെയ്തിട്ടാണോ, മെമ്മറി ലോഡ് ചെയ്തിട്ടാണോ ഉള്ളത്, ഓർ അത് സെക്കൻഡറി ഡിസ്കിലാണോ ഉള്ളത് നോക്കും. അപ്പോൾ സെക്കൻഡറി ഡിസ്കിലാണ് ഉള്ളതെങ്കിൽ അതെന്ത് ചെയ്യും, ദ റീലൊക്കേറ്റബിൾ ലിങ്കിങ് ലോഡർ ഈസ് കോൾഡ് ടു ലോഡ് ദാറ്റ് ഡിസൈഡ് റൂട്ടീൻ ഇൻ ടു മെമ്മറി. അങ്ങനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ആൻഡ് അതിൻ്റെ അഡ്രസ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യും, കൺട്രോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ലോഡ് ചെയ്തിരിക്കുന്ന റൂട്ടീനിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അൺയൂസ്ഡ് ആയിട്ടുള്ള റൂട്ടീൻസിന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നില്ല. അൺയൂസ്ഡ് റൂട്ടീൻ ഈസ് നെവർ ലോഡഡ്. അപ്പോൾ മെയിനായിട്ട് വരുന്ന ദ ടോട്ടൽ പ്രോഗ്രാം സ്പേസ് മേ ബി ലാർജ് ബട്ട് ദ പോർഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് മേ ബി മച്ച് സ്മോളർ. ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം സൈസ് ഒരുപാട് വലുതായിരിക്കും, ബട്ട് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ കുറവ് പോർഷൻ മാത്രമേ, യൂസ് ചെയ്യുന്ന പോർഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മളത് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി റെസ്റ്റ് ഈസ് കെപ്റ്റ് ഇൻ ദ ഡിസ്ക്. അപ്പോൾ അതാണ് ഡൈനാമിക് ലോഡിംഗ് എന്ന് പറഞ്ഞത്. ഇത്രയായിരുന്നു നിങ്ങൾ നോട്ട് എഴുതിയത്. ഓക്കെ.